ഒരു ജനതയ്ക്ക് നൽകുന്ന ചില രാഷ്ട്രീയ സന്ദേശങ്ങളുണ്ട്. അത് ഏറ്റുവാങ്ങി ജീവിക്കുന്ന കാലത്തെ അടയാളപ്പെടുത്തുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് വേണ്ടി ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയ ഭൂമികയിൽ മായ്ക്കാനാവാത്ത സാന്നിധ്യമായി ഉയർന്നു വന്ന രാഷ്ട്രീയ വ്യക്തിത്വം, ആലപ്പുഴയുടെ മണ്ണും മനസ്സും എന്നും കറകളഞ്ഞ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്കും മുഴങ്ങുന്ന മനുഷ്യഗാഥകൾക്കും അരങ്ങുയർത്തലായിട്ടുണ്ട്. ഇവിടെ നിന്നും ഇന്ത്യൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ മുൻനിര നേതൃത്വത്തിലേക്കെത്തിയ ഒരാൾ, കേരളത്തിന്റെ ശ്വാസജ്വാലകളിൽ നിന്നും പരിശീലനം നേടി മനുഷ്യനു വേണ്ടി മനുഷ്യപക്ഷത്തു നിന്ന് നിലപാടുകൾ സ്വീകരിച്ച രാഷ്ട്രീയ വ്യക്തിത്വം CK ചന്ദ്രപ്പൻ. 1935 ആലപ്പുഴ ജില്ലയിലെ വയലാറിൽ ജനിച്ചു. അച്ഛൻ കമ്മ്യൂണിസ്റ്റ് നേതാവ് CK കുമാരപ്പണിക്കർ, അമ്മ അമ്മുക്കുട്ടിയമ്മ. പാലക്കാട് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ നിന്ന് ബിരുദവും തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബിരുദാനന്ദ ബിരുദവും നേടി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവായി വളർന്നു. 1956 AISFന്റെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. പിന്നീട് AISFന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. നിയമസഭാംഗം, പാർലമെന്റ് അംഗം എന്നീ നിലകളിൽ സ്തുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെച്ചു. KTDC ചെയർമാൻ, കേരഫെഡ് ചെയർമാൻ, പ്രഭാത് ബുക്ക് ഹൗസിന്റെ ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു. ജനയുഗത്തിൽ ചീഫ് എഡിറ്റർ, CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം, കിസാൻ സഭ ദേശീയ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച കാലം ക്രിയാത്മകമായ ഇടപെടലുകളിലൂടെ വ്യത്യസ്ത രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഭാര്യ അഖിലേന്ത്യാ വർക്കിംഗ് വിമൻസ് നേതാവായിരുന്ന ബുല്ലൂർ റോയ് ചൗധരി. 2012 സജീവവും ക്രിയാത്മകവുമായ ആ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു. എന്നും മാതൃകാപരമായ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി CK ചന്ദ്രപ്പന്റെ കാലം ഓർക്കപ്പെടും. ആലപ്പുഴയുടെ സമരരേഖകളിൽ തുടങ്ങി ഇന്ത്യൻ ജീവിതത്തെ ആഴത്തിലറിഞ്ഞ് പുരോഗമന പോരാട്ടങ്ങളുടെ മുൻനിരയിൽ നിന്ന നേതാവ്. നിലപാടുകളും ഇടപെടലുകളും കൊണ്ട് ഇടതുപക്ഷ ജീവിതത്തിന് പുതിയ ഊർജം പകർന്ന ജീവിതം, അതൊരു പുതിയ പാഠവും പ്രവണതയും സൃഷ്ടിക്കുക തന്നെ ചെയ്തു. 2 വർഷം മാത്രമാണ് CK കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നത്. അന്നും അതിനു മുമ്പ് വഹിച്ച മറ്റ് ഉത്തരവാദിത്വങ്ങളിലുമൊക്കെ തനതായൊരു മാതൃക സൃഷ്ടിക്കാനാണ് ചന്ദ്രപ്പൻ ശ്രമിച്ചത്. അതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ബോധ്യങ്ങൾ ഉണ്ടായിരുന്നു. വെളിയം ഭാർഗവൻ വിശ്രമകാല ജീവിതം ആരംഭിച്ച കാലത്താണ് CK ചന്ദ്രപ്പൻ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരികെ എത്തുന്നത്. ദില്ലി രാഷ്ട്രീയത്തിലെ ഏറ്റവും സൗമ്യവും ദീപ്തവുമായ സാന്നിധ്യമായിരുന്നു അതിനു തൊട്ടു മുമ്പുള്ള വർഷങ്ങളിൽ CK ചന്ദ്രപ്പൻ. അച്ഛൻ വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെട്ട CK കുമാരപ്പണിക്കർ. പുന്നപ്ര വയലാർ സമരത്തിലെ മുൻനിര നേതാക്കളിൽ പ്രമുഖനായിരുന്നു കുമാരപ്പണിക്കർ. അധികാരത്തിന്റെയും ആയുധത്തിന്റെയും കാർക്കശ്യങ്ങളോട് നെഞ്ചുവിരിച്ചു നിന്ന് പോരാടുന്ന രാഷ്ട്രീയം സ്വന്തം പിതാവിൽ നിന്ന് തന്നെയാണ് ചന്ദ്രപ്പന് ലഭിച്ചത്. എതിരാളികൾക്ക് മുന്നിൽ പതറാതെയും പിന്തിരിയാതെയും
പോരാട്ട വീര്യത്തോടെ നിൽക്കാൻ ശ്രമിച്ച യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിന്റെ ഉത്തമ മാതൃക. ഗോവ വിമോചന സമരം CK ചന്ദ്രപ്പന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി. വിദ്യാർത്ഥി യുവജന സമരങ്ങളിൽ ഏറ്റവും സജീവമായ സാന്നിധ്യമായി രാഷ്ട്രീയ യാത്രയ്ക്ക് തുടക്കം കുറിച്ചു. രാഷ്ട്രത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ചരിത്രപാഠങ്ങൾ അന്വേഷിക്കുക, അവയെ നൈതികമായി വ്യാഖ്യാനിക്കുക, ഇതൊക്കെ CKയുടെ ജീവിതത്തിൽ വ്രതനിഷ്ഠയോടെ ചെയ്തിരുന്നു. അതിനുവേണ്ടിയുള്ള വായനയും സംവാദങ്ങളും എന്നും അദ്ദേഹത്തിന് പ്രിയങ്കരങ്ങളുമായിരുന്നു. ഏറ്റവും ശബ്ദം കുറച്ച് സംസാരിച്ചാലും പറയുന്ന വിഷയത്തിൽ ഉള്ളുരയ്ക്കാഴമുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കുമെന്ന വിശ്വാസക്കാരനായിരുന്നു CK ചന്ദ്രപ്പൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ. CKയെ പറ്റി പറയുമ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനും കൂടിയാണ്. അദ്ദേഹം വലിയ കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു. നല്ല ഒരു പ്രസംഗകനായിരുന്നു, സംഘാടകനായിരുന്നു. അതിലുപരി ഈ സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ വളരെ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താനും അതിന് മാർക്സിസം ലെനിനിസത്തിൻ്റെ ഒരു തലത്തിൽ കൃത്യമായിട്ട് വിശകലനം ചെയ്യാനും കഴിവുള്ള ആളായിരുന്നു. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സെക്രട്ടറി ആയിട്ട് കുറഞ്ഞൊരു കാലമേ അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ. അപ്പോഴത്തേക്ക് അനാരോഗ്യം വളരെയധികം അധികരിക്കുകയും അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയുണ്ടായിരുന്നു. ആ ഒരു ചെറിയ സമയത്ത് തന്നെ പാർട്ടിക്ക് ഉണ്ടായ ഒരു ചൈതന്യം, അദ്ദേഹത്തിന് ഏത് കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടായിരുന്നു, ഒരു മൂർച്ചയും തീർച്ചയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല ഒരു വിശാലമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. വളരെ സങ്കുചിതമായ സെക്ടേറിയനായിട്ടുള്ള ഒരു ചിന്താധികാരനെയായിരുന്നില്ല. എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഈ കാണുന്നതിനപ്പുറത്തേക്ക് ഉൾക്കണ്ണുകൊണ്ട് കാണാനും അത് വിശകലനം ചെയ്യാനും ആ രീതിയിൽ അതിനെ നിർദ്ധാരണം ചെയ്യാനുള്ള കഴിവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മേന്മ. പഠനകാലത്ത് സംഘടനാ പ്രവർത്തനങ്ങളിൽ ആർജവത്തോടെ ഇടപെട്ടു. എറണാകുളം മഹാരാജാസ് കോളേജ് അധികൃതർ വിദ്യാഭ്യാസം നിഷേധിച്ചു. ബിരുദ പഠനകാലമായിരുന്നു അത്. AISF അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന കാലത്താണ് ഇന്ത്യയുടെ ഹൃദയം തൊട്ടറിയാൻ CK ചന്ദ്രപ്പന് സാധിച്ചത്. ബഹുസ്വരതയാർന്ന ഇന്ത്യയുടെ വിഭിന്ന ശാഖകളെയും വ്യത്യസ്ത സംസ്കാരത്തെയും കുറിച്ചുമൊക്കെ പുതിയ അറിവുകൾ നേടാനായതും അക്കാലങ്ങളിലാണ്. 1971 തലശ്ശേരിയിൽ നിന്ന് ആദ്യം പാർലമെന്റിലെത്തി. ഏറ്റവും മികച്ച പാർലമെന്റേറിയനുള്ള ലോകസഭയുടെയും നിയമസഭയുടെയും ബഹുമതികൾ ലഭിച്ചതിനു പിന്നിൽ ജാഗ്രതയാർന്ന പ്രവർത്തന മികവാണുള്ളത്. സമയനിഷ്ഠയോടും സൂക്ഷ്മതയോടും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും അവയ്ക്ക് പരിഹാരം കാണുകയും ചെയ്യുന്നതാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തൻ്റെ കർത്തവ്യമെന്ന് CK ചന്ദ്രപ്പൻ തിരിച്ചറിഞ്ഞിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകരുടെ ജനകീയതയും സ്വീകാര്യതയും പ്രകടനപരതയിലല്ല, മറിച്ച് ആത്മസമർപ്പണമുള്ള നിലപാടുകളിലാണ് ഉണ്ടാവേണ്ടതെന്ന വിശ്വാസം, അതിനുവേണ്ടിയുള്ള നിതാന്ത പരിശ്രമം, ഇതൊക്കെയായിരുന്നു CKയുടെ രാഷ്ട്രീയ ജീവിതത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കിയത്. തിഹാർ, കൽക്കട്ട ജയിലുകളിൽ തടവനുഭവിച്ച കാലം തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ അധികൃതരെ അസ്വസ്ഥമാക്കിയത് എന്തുകൊണ്ടാണെന്ന് CK ചന്ദ്രപ്പന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. അക്കാലങ്ങളിലെ അനുഭവങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അനിവാര്യതയെപ്പറ്റി ഉറച്ച തീർപ്പുകളിലെത്താൻ സാധിച്ചതായി അദ്ദേഹം വിശ്വസിച്ചു. വിജയങ്ങളെയും പരാജയങ്ങളെയും രാഷ്ട്രീയമായി വിലയിരുത്താൻ CK ചന്ദ്രപ്പൻ എപ്പോഴും ശ്രമിച്ചിരുന്നു. തൻ്റെ വിജയവും പരാജയവും ഓരോ കാലഘട്ടത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തെ വിലയിരുത്താനും പുനർനിർവചിക്കാനും കഴിഞ്ഞതായും അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട്. ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി, റോമിൽ നടന്ന അന്താരാഷ്ട്ര ഭക്ഷ്യസുരക്ഷാ സമ്മേളനം, ലോക യുവജന സമ്മേളനം, ഇവയൊക്കെ പുതിയ പുതിയ പാഠങ്ങൾ അന്വേഷിക്കുന്നതിനും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. 2010 മുതൽ 2012 വരെ CK ചന്ദ്രപ്പൻ CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലം കേരളം അത് മറന്നിട്ടില്ല. യഥാർത്ഥ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലൂടെ അതിനെ വ്യാഖ്യാനിക്കുന്ന ഒരു നേതാവിനെയാണ് നാം അന്ന് കണ്ടത്. 2012 സജീവമായ ആ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആർജവമുള്ള ശബ്ദമാണ് അന്ന് നിശബ്ദമായത്. എന്നും ഇടതുപക്ഷ മനസ്സ് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ശബ്ദവും സാന്നിധ്യവുമാണ് CK ചന്ദ്രപ്പൻ്റേത്.